നമസ്കാരം, എല്ലാവർക്കും ഐപ്ലസിന്റെ HSLC ഫിസിക്സ് സർവം സജ്ജം വെബിനാറിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ സാറ്, ഫിസിക്സ് എടുക്കുന്ന ആളാണ് കേട്ടോ. അപ്പോ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പാണ് ഇതിനു മുമ്പ് നമ്മളൊരു വെബിനാർ ചെയ്തത്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ കൂടി ചേർത്ത് കുറച്ചധികം കാര്യങ്ങളും പ്രിപ്പറേഷന്റെ കുറച്ച് സ്ട്രാറ്റജികളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഉൾക്കൊള്ളിരിക്കുന്നത്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയും. അതിനുശേഷം എത്ര നിയമനങ്ങൾ നടന്നു, അല്ലെങ്കിൽ മുമ്പത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ഏത് മാർക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കൂ. കേട്ടാൽ മാത്രം പോരാ. ഇന്നലെ വരെ നിങ്ങൾ എന്താണോ ഒന്നും ചിന്തിക്കേണ്ട. ഇന്ന് മുതൽ ഇത് കഴിയുമ്പോൾ തൊട്ട് ചിന്തിക്കുക, പഠിക്കുക, ജോലി വാങ്ങിക്കുക, ഒറ്റ ചിന്ത. ഓക്കെ, റെഡി? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ്. HSLC ഫിസിക്സ് ജൂനിയർ പുതിയ നോട്ടിഫിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. ജൂനിയർ പോസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. മുമ്പ് ഒരു സീനിയർ പോസ്റ്റ് വിളിച്ചിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പേ സ്കെയിൽ ഉണ്ട്. 45,600 മുതൽ 95,600 വരെയാണ് നമ്മുടെ പേ സ്കെയിൽ വരുന്നത്. ഇനിയിപ്പോൾ പേ സ്കെയിലേക്ക് റിവിഷൻ വരാൻ പോകുന്നുണ്ട് അടുത്ത് തന്നെ. ഗവൺമെന്റ് മാർക്കിന് മുമ്പ് പേ സ്കെയിൽ റിവിഷനൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് ആ സാധ്യതയോടെ മുന്നേ കണ്ടോളൂ. വേക്കൻസികൾ പറഞ്ഞിട്ടില്ല, കാരണം നമുക്ക് ഇങ്ങനെയുള്ള ലിസ്റ്റുകൾ, നിലവിലൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഈ വർഷം പകുതിയൊക്കെ ചെയ്യുമ്പോൾ കഴിയും. അപ്പോൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി, പ്രതീക്ഷിത ഒഴിവുകളാണ് ഇവർ പറയുന്നത്. ഓക്കെ, യെസ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് 20 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഓരോ കാസ്റ്റിനനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. MSc ഫിസിക്സ് ആണ് വേണ്ടത്. B.Ed വേണം, അല്ലെങ്കിൽ B.Ed സെറ്റ്, അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് MPhil ഉണ്ടെങ്കിൽ, നോൺ ക്വാളിഫയിങ് ആയിട്ടുള്ള MPhil ഉണ്ടെങ്കിൽ 2 മാർക്ക് ഗ്രേസ് പോയിന്റ് കിട്ടും. PhD ആണെങ്കിൽ 4 മാർക്ക്, MPhiലും PhD ഉണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും. നോൺ ക്വാളിഫയിങ് ആവണം. ഈ നോൺ ക്വാളിഫയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരാൾക്ക് MSc സെറ്റ് പ്ലസ് MPhil ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ MSc സെറ്റ് മതി അയാൾക്ക് പരീക്ഷ എഴുതാൻ. MPhil എന്ന് പറയുന്നത് നോൺ ക്വാളിഫയിങ് ഡിഗ്രിയാണ്, അഡീഷണൽ ഉള്ള ഡിഗ്രിയാണ്. അപ്പൊ 2 മാർക്ക് നമുക്ക് കിട്ടും. മനസ്സിലായോ? പക്ഷെ സെറ്റ് ഇല്ല, MPhil ഉള്ളെങ്കിൽ ആ MPhil സെറ്റിന് ഇക്വലന്റ് ആയിട്ട് എടുത്ത് മിനിമം ക്വാളിഫിക്കേഷൻ എടുക്കുമ്പോൾ ആ MPhilന് എന്ത് കിട്ടില്ല? 2 മാർക്ക് കിട്ടില്ല. അതാണ് ഈ നോൺ ക്വാളിഫയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷെ ഉള്ളവർക്ക് നല്ലതാണ്, അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇല്ലാന്ന് വിചാരിച്ചത് ഇല്ലാത്ത ആളുകൾ സങ്കടപ്പെടുകയും വേണ്ട. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റുള്ള ആദ്യം വന്ന ആളുകളെല്ലാം ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ്, എഴുതി മാർക്ക് വാങ്ങിച്ച ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിൽ കാര്യമൊന്നും നോക്കണ്ട. അപ്പൊ നിങ്ങൾ ഇല്ലാത്തവര് കുറച്ചുകൂടെ കൂടുതൽ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, കുറച്ചുകൂടെ ആത്മാർത്ഥത കൂട്ടണം എന്നുള്ളത് വിചാരിക്കുക. ഇനി ഉള്ളവരാണെങ്കിൽ അവർക്ക് 2 മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചാൽ കുറച്ചുകൂടെ മുന്നിലെത്താം എന്നുള്ള ചിന്ത വന്നാലും മതി കേട്ടോ. അപ്പൊ അങ്ങനെ 2 രീതിയിൽ നമ്മൾ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ കേട്ടോ. യെസ്, അപ്പോൾ നമുക്കൊന്ന് സിലബസ് പറഞ്ഞു പോകാം. പൊതുവായിട്ട് നമ്മൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പുതിയതായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കുറ്റിയാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് നമുക്ക് അറിയാമല്ലോ, 100 മാർക്കിന്റെ ആണ് നമ്മുടെ സിലബസിന്റെ അകത്തുള്ളത്. ആ 100 മാർക്കിൽ തന്നെ 70 മാർക്ക് മാത്രം സബ്ജക്റ്റ് ഉള്ളൂ. ബാക്കി 30 മാർക്കും ജനറൽ ടോപ്പിക് ആണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്റെ പിള്ളേരോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ സബ്ജക്ട് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല റാങ്കിൽ എത്താൻ പറ്റില്ല. നിങ്ങൾ എവിടെ റാങ്ക് ലിസ്റ്റിന്റെ അവസാനമൊക്കെ കയറാം. നമ്മൾ ജനറൽ ടോപ്പിക്കുകളും പഠിക്കണം. കാരണം തുല്യത വരണം. കാരണം 7:3 ആണ് റേഷ്യോ. 70 30 മാർക്കുമാണ്. ആ 30-ൽ ഒരു 10-15 മാർക്ക് നേടിക്കഴിഞ്ഞാൽ വലിയ നേട്ടമാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫിസിക്സ് പാർട്ട് പഠിക്കുന്നത് പോലെ തന്നെ അത്രയും, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടി കൊടുത്ത് മറ്റേ ഭാഗം കൂടി നോക്കണം. കാരണം ഫിസിക്സുകാരെ സംബന്ധിച്ചോളം കുറച്ച് പാടാണ് ആ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത്, PSC ടച്ചില്ലാത്ത ആളുകൾ. പക്ഷെ അത്യാവശ്യം ഇരുന്ന് കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഫിസിക്സിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാലും, ഫിസിക്സിന്റെ ഭാഗത്ത് ഒരു 70 മാർക്കുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അത് കൃത്യം സിലബസ് ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. കൃത്യം സിലബസ് വന്നിട്ടാണ് പരീക്ഷ ഇടുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 7 മാർക്കുള്ള ചോദ്യങ്ങളും അതിൻ്റെ അകത്തുണ്ടാവും. പണ്ടത്തെ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ അലവലാതെ ചോദ്യങ്ങളൊന്നും പിടിച്ചിപ്പോ ഇതിൻ്റെ അകത്ത് ഇടാറില്ല. കറക്റ്റ് സിലബസിൽ തന്നെയാണ് വരുന്നത്. പിള്ളേരൊക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വല്ല അബദ്ധത്തിനൊക്കെ മാറിക്കയറി വന്നാലേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇപ്പൊ അധികം വരാറില്ല. 100 പരീക്ഷ 2 ഒക്കെ അങ്ങനെ വരുള്ളൂ, അല്ലാണ്ടൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 10 യൂണിറ്റിലെ ഓരോ മൊഡ്യൂളുകളും വളരെ കൃത്യമായിട്ട് നോക്കണം. നമ്മളിപ്പോ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ട ഭാഗം. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിലും ഈ പറയുന്ന കണ്ടനുമാനം ചവറുകളൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. നിങ്ങൾ ആ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ കാര്യങ്ങളാണല്ലോ, കൺസ്ട്രെയിന്റുകളൊക്കെ ഡിഗ്രി കാലം മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ്.
അതുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഈ കെപ്ലർ പ്രോബ്ലം പോലെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഹാമിൽട്ടോണിയൻ ഉണ്ട്, ലെഗ്രാഞ്ചിനുണ്ട്. അതില്ലാതെ ക്ലാസിക്കൽ മെക്കാനിക്സ് അപൂർണ്ണമാണ്. പിന്നെ കുറച്ച് റൊട്ടേഷണൽ മോഷൻ്റെ അകത്തുണ്ട്. പിന്നെ കുറച്ച് നോൺ ലീനിയർ കാര്യങ്ങളായിട്ടുണ്ട്, ഓസിലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോജിസ്റ്റിക്സ് മാപ്പ്, കയോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കുറച്ച് ചാപ്റ്ററുകളാണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ തന്നിരിക്കുന്നത്. ഫിസിക്സുകാരെ സംബന്ധിച്ചോളം ഇതൊരു കീറാമുട്ടി അല്ല, ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. ദെൻ നിങ്ങൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വന്നാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. എല്ലാവർക്കും മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. പക്ഷെ ഇവിടെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആകെയുള്ളത് 3 ഭാഗങ്ങളാണ്. ഒന്ന് ഫുറിയർ സീരീസും ട്രാൻസ്ഫോമും ഉണ്ട്, അതൊരു സെഷനാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, അതൊരു സെഷനാണ്. സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്, അതൊരു സെഷനാണ്. ഈ 3 സെഷൻസ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പുസ്തകം മാത്തമാറ്റിക്സ് ഫിസിക്സിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 3 ചാപ്റ്ററുകൾ മാത്രമേ നമുക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സ് പഠിക്കാനുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മെട്രിക്സ് ഇല്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, വെക്ടേഴ്സ് ഇല്ല, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എൻ്റെ ഇല്ല. പഠിക്കേണ്ടതായിട്ടുള്ള 3 ഭാഗങ്ങൾ ഫുറിയർ സീരീസ് ആൻഡ് ട്രാൻസ്ഫോമർ, സ്പെഷ്യൽ ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് നമ്മൾ മുഴുവൻ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സിന്റെ ക്ലാസ് നമ്മൾ ഒരുപാട് റിവൈസും ചെയ്ത ഭാഗമാണ് ഈ മാത്തമാറ്റിക്സ് ഫിസിക്സിന്റെ ഭാഗങ്ങൾ. അത്രയും തറവാണ് എൻ്റെ പിള്ളേരാണെങ്കിൽ. ഓക്കെ, പെറ്റിയോടൊക്കെ വിളിച്ചപ്പോ ചോദ്യം ചോദിച്ച ഉത്തരം പറയും അല്ലേ? പെറ്റി നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടിയാട്ടാ, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിലുണ്ട് വെബിനാറിൽ. സമയമുണ്ട്, 8:45 നമ്മൾ ക്ലാസ് തുടങ്ങും. ഓക്കെ, ശരി. ഇത് കഴിഞ്ഞിട്ട് അപ്പോ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസ്സറുമാണ് പിന്നെ ഒരു ഭാഗം വരുന്നത്. ഇതില് ഇലക്ട്രോണിക്സിന്റെ ഭാഗങ്ങൾ ഇത് രണ്ടായിട്ടാണ് കേട്ടോ. ഇലക്ട്രോണിക്സിന് 7 മാർക്ക്, മൈക്രോ പ്രോസസ്സറിന് 7 മാർക്ക്. ഇലക്ട്രോണിക്സിലാണെങ്കിൽ കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് നിറയെ ടോപ്പിക്കുകൾ തന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. നമ്മൾ പഠിക്കുന്ന പുസ്തകം എപ്പോഴും ഞാൻ പറയാറുള്ള പുസ്തകം ഒന്ന് ഗെയ്ക്വാദിന്റെ ഓപ്പറേഷൻ ഒപ്പാമ്പ ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ ഗെയ്ക്വാദിന്റെ ഒരു പുസ്തകം ഞാൻ കാണിച്ചു തരാം. ആ പുസ്തകം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള ബീഗൽ തെരേജയുടെ പുസ്തകം നമ്മൾ ഈ FET ഒക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒപ്പാമ്പ്, FET, പിന്നെ മോഡുലേഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഡിമോഡുലേഷൻ ഇങ്ങനെയുള്ള സർക്യൂട്ടുകളും ഇതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് ഈ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളില്ലേ, ഫോട്ടോ ഡയോഡ്, PN ജംഗ്ഷൻ ഡയോഡ്, സോളാർ സെല്ല്, ഇത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ FET ഉണ്ട്. പിന്നെ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഒപ്റ്റിക്സിലെ കുറച്ച് ഭാഗങ്ങൾ, ഒപ്റ്റോ ഇലക്ട്രോണിക്സിലെ കുറച്ച് ഭാഗങ്ങൾ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, കമ്മ്യൂണിക്കേഷൻ. അതായത് 4 ചാപ്റ്ററുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക്സിന്റെ ഭാഗത്തുള്ളത്. ഓക്കെ, 7 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്, അത്യാവശ്യം കിട്ടാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. പിന്നെ മൈക്രോ പ്രോസസ്സർ ആണ്. നമ്മുടെ ക്ലാസ്സുകൾ മൈക്രോ പ്രോസസ്സർ എടുക്കുന്ന വനിത ടീച്ചറാണ്, വനിതാ മിസ്സാണ്. ഏറ്റവും നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ക്ലാസ് ആണ് നിങ്ങൾക്ക് മൈക്രോ പ്രോസസ്സറിന്റെ ക്ലാസ്സുകൾ. അടിപൊളി ക്ലാസ് ആണ് ടീച്ചറുള്ളത്. അപ്പോൾ ഫിസിക്സുകാർ ഒരിക്കലും, അതായത് നമ്മൾ ഈ ഒരക്ഷരം അറിയാത്ത ആളെ നമ്മൾ ABCD പഠിപ്പിക്കത്തില്ലേ, അതുപോലെ ആ ടീച്ചർ മൈക്രോ പ്രോസസ്സറിന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊരു പകുതിയല്ല, ഒരു 30% ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാളെ മിക്കവാറും ബാക്കിയുള്ള മുഴുവൻ ക്ലാസ്സുകളും, ഈ സിലബസുള്ള മുഴുവൻ ക്ലാസ്സുകളും നാളെയും മറ്റന്നാളായിട്ട് നമ്മൾ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് തീർന്നിട്ട് നമുക്ക് MCQs ചെയ്യാം കേട്ടോ. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ 8085 മൈക്രോ പ്രോസസ്സർ ആണ് പഠിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ 8051 മൈക്രോ കൺട്രോളറും പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഞാനത് പറയാൻ കാരണം ഞാൻ ആദ്യത്തെ സെഷൻ നടന്ന സമയത്ത് ഞാനാണ് ഈ പോർഷൻ എടുത്തോണ്ടിരുന്നത്, ആദ്യം മൈക്രോ പ്രോസസ്സർ. അപ്പൊ എനിക്ക് നിർബന്ധമായിരുന്നു നമ്മുടെ പിള്ളേർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്ലാസ് കിട്ടണമെന്നുണ്ട്. ഈ ഏറ്റവും നല്ല ക്ലാസ് എന്ന് പറയുമ്പോൾ കണ്ടമാനം ചവർ പഠിപ്പിക്കുന്നതല്ല, കൃത്യം പരീക്ഷയ്ക്ക് എന്താണ് വേണ്ടത് മാത്രമേ പഠിപ്പിക്കാവുള്ളൂ. നമ്മൾ എന്ത് പഠിക്കണ്ട എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ HSSC പോലുള്ള പരീക്ഷകളിൽ. കുറെ ഡെറിവേഷൻ ഒക്കെ പഠിച്ച് കുറെ കൺസെപ്റ്റ് എല്ലാം കൂടി അരച്ചിറക്കി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വേണ്ട കാര്യങ്ങൾ മാത്രം ക്യാപ്സൂൾ വൈസ് നമ്മൾ വിഴുങ്ങുക, എന്നിട്ട് പരീക്ഷയ്ക്ക് കഴിയുമ്പോൾ ആ സാധനം എഴുതുക, അല്ലാതൊന്നും കാര്യമില്ല. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ മൈക്രോ പ്രോസസ്സർ നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും. പിന്നെ 4ാമത്തെ മൊഡ്യൂൾ നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള വെക്ടർ സ്പേസ് പോലെയുള്ള നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ആദ്യത്തെ പോർഷനിൽ കാരണം കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ആംഗുലർ മൊമെന്റം മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പെർട്ടർബേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിന്റെ അകത്ത് പാർട്ടിക്കിളിന്റെ ബോക്സ് ഇതിൻ്റെ അകത്തില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ഹാർമോണിക് ഓസിലേറ്റർ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. പിടിയിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളൂ. ഈ പറയുന്ന വളരെ ഇപ്പൊ ഈ നിങ്ങൾ ഇപ്പൊ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഹോൾ തിയറി, വെയിൽ ഇക്വേഷൻ, KG ഇക്വേഷൻ, കറണ്ട് ആൻഡ് ചാർജ് ഡെൻസിറ്റീസ്, ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇതെല്ലാം കുഞ്ഞു കാര്യങ്ങളാണ്. നിങ്ങൾ അരുൾദാസാന്റെ പുസ്തകമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറേ കുഞ്ഞു ചാപ്റ്ററുകൾ ഇതെല്ലാം. അത് മതി, അതിൽ കൂടുതലൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. മനസ്സിലായോ? വെയിൽ ഇക്വേഷൻ ഏത് സാഹചര്യം ഉപയോഗിക്കുന്നു, ആ ഇക്വേഷന്റെ ഫോം എന്താണ്, വെയിൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പാർട്ടിക്കുലർ സ്പിൻ എത്രയാണ്, അതിന്റെ ആംഗുലർ മൊമെന്റ് എത്രയാണ്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്.
മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതും വേണ്ടത്. അല്ലാതെ എല്ലാം കൂടി കുത്തിപ്പിടിച്ചും ഡെറിവ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് ഇതില്ല. സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. യെസ്, അഞ്ചാമത്തെ ഭാഗം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളുള്ളത്. പക്ഷേ ഇതിലും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നോർമലി പറയുന്ന കാര്യങ്ങളൊന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനകത്ത് ഇത് പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ പറഞ്ഞ ഫേസ് ട്രാൻസിഷൻ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെൻസിറ്റി മെട്രിക്സ്, പിന്നെ പോളി ആൻഡ് ലണ്ടു ഡയാമാഗ്നറ്റിസം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഡെൻസിറ്റി മെട്രിക്സ് ഒക്കെ ഒരുപാട് ഡീറ്റെയിലിംഗ് പോകാതെ അത്യാവശ്യം ചോദിക്കേണ്ട MCQ ടൈപ്പ് രീതിയിൽ മാത്രം പഠിച്ചാൽ മതി. കാരണം എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളാണ് അതിൻ്റെ അകത്ത്. അതിൽ കൂടുതലൊന്നും അതിൻ്റെ അകത്ത് ചോദിക്കത്തുമില്ല, വിരിയൽ തിയറം പോലെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ എല്ലാത്തിനും 7 മാർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ്, എനിക്ക് തോന്നുന്നു നമ്മൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സിന്റെ ഒരുവിധം വീഡിയോസ് എല്ലാം ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു സെഷൻ ലൈവ് നമ്മൾ കഴിഞ്ഞു. ഇന്ന് അടുത്ത സെഷൻ ആണല്ലേ. ഇന്ന് നമ്മൾ ആദ്യത്തെ പോർഷനും ലിക്വിഡ് റോ മോഡൽ, ഷെൽ മോഡൽ പോലെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഈ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സിന്റെ കോമഡി ഉണ്ട് ഇതിന്റെ അകത്ത്. ഇപ്പൊ ഈ ന്യൂക്ലിയർ സൈസ്, ഷേപ്പ് അതൊക്കെ എംപിരിക്കൽ മാസ് ഫോർമുല, ലിക്വിഡ് റോ മോഡൽ, അതുപോലെ ക്വാഡ്രപ്പിൾ മൊമെന്റ്, പാരിറ്റി വാലേഷൻ, ബീറ്റ ഡിക്ക്, ഇന്റർണൽ കൺവേർഷൻ, കൺസർവേഷൻ ഓഫ് സിമെട്രീസ്, ക്വാർക്ക് മോഡൽ, 8 ഫോൾഡ് വേ, ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്, ഗ്ലൂവോൺസ്, ഇത്രയും വരെ ഓക്കെയാണ്. അത് കറക്റ്റ് ന്യൂക്ലിയർ ഫിസിക്സ് ആണ്, ന്യൂക്ലിയർ പാർട്ടിക്കൽ ഫിസിക്സ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കോമഡി. അത് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ സോളിഡ് സ്റ്റേറ്റ് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ പറയുന്ന സിംഗിൾ ക്രിസ്റ്റൽ പൗഡർ ഡിഫ്രാക്ഷൻ, ഷെറർ ഇക്വേഷൻ, ഡി ബൈ ഷെറർ ക്യാമറ, ആപ്ലിക്കേഷൻ ഓഫ് എക്സാഡി, ഇത് എനിക്ക് അറിഞ്ഞുകൂടെ ഇതിൻ്റെ അകത്ത് എന്തിനാണ് കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഇത് ശരിക്കും സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് വരേണ്ട ഭാഗമാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഗുണമാണ്, കാരണം ഇതൊന്നും ഒരുപാട് പഠിക്കാനില്ല. ഇപ്പൊ ഈ നിങ്ങൾക്കറിയാലോ, ഷെറർ ഇക്വേഷൻ ഒക്കെ ഒറ്റ ഇക്വേഷൻ ആണ്. അതൊരു ഡി ബൈ ഷെറർ ക്യാമറയൊക്കെ വെറും കൺസെപ്റ്റ് മാത്രമാണ്, ജസ്റ്റ് എക്സ്പെരിമെന്റ് സെറ്റപ്പ് മാത്രം. ആപ്ലിക്കേഷൻ ഓഫ് എക്സാഡി ഒരു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ നമ്മുടെ ഈ സിലബസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ്. 7 മാർക്ക് ഷുവർ ആയിട്ടും ഇതിനകത്ത് കിട്ടും. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എടുത്തു കഴിഞ്ഞാലും കട്ടിയുള്ള ഭാഗങ്ങളൊന്നും ഇല്ല, നല്ല രസമാണ്. മില്ലർ ഇൻഡിസസുകള്, റെസിപ്രോക്കൽ ലാറ്റിസുകള്, പിന്നെ ക്രോണിക് പെന്നി മോഡല്, പിന്നെ മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, കൂപ്പർ പേയേഴ്സ്, ഇതൊക്കെ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സിലബസാണ്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് എന്താ? അഡീഷണൽ ആയിട്ട് വരുന്ന ഒന്നുമില്ല. ഇതെല്ലാം ഡിഗ്രി പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ പഠിക്കാൻ വളരെ ഈസി ആവുട്ടികളെ. ഒരാൾ പറഞ്ഞു തരാണെങ്കിൽ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, മനസ്സിലായി. പക്ഷെ പറഞ്ഞു തരുമ്പോഴും വേണ്ടത് മാത്രമേ പറഞ്ഞു തരാവുള്ളൂ, വേണ്ടാത്ത ഒന്നും പറഞ്ഞു തരരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കുറെ 6 മാസം കൊണ്ട് ഈ ഒരു യൂണിറ്റ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് MCQ ചെയ്യാവുന്ന രീതിയിൽ വേണം പഠിക്കാൻ. ഹാവിന്റെ പുസ്തകമൊക്കെ നല്ലതാണ്. ദെൻ അറ്റോമിക് ആൻഡ് മോളിക്യുലർ സ്പെക്ട്രോസ്കോപ്പി, ഇതിനകത്ത് മോസ്ഫോ സ്പെക്ട്രോസ്കോപ്പി പോലെയുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കുറവാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള രാമൻ എഫക്ട്, അതുപോലെ ഡെസ്ലാൻഡ് സ്റ്റേബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. 7 മാർക്കുള്ള ചോദ്യങ്ങൾ. അരുൾദാസിന്റെ പുസ്തകം തന്നെയാണ് ബെറ്റർ. ദെൻ 9ാമത്തെ യൂണിറ്റ്, ശരിക്കും 10ാമത്തെ യൂണിറ്റ് ആണ് വരേണ്ടത്. കാരണം മൈക്രോ പ്രോസസ്സറും ഇലക്ട്രോണിക്സും ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരെണ്ണം ഷോർട്ട് ആയത്. ശരിക്കും ഇത് 10ാമത്തെ മൊഡ്യൂളാണ്. ലേസർ ആൻഡ് ഫൈബ്രോട്ടിക്സ് ആണ്. ന്യൂക്ലിയർ കഴിഞ്ഞ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാനുള്ളത് ലേസർ ആൻഡ് ഫൈബ്രോട്ടിക്സ് ആണ്. കാരണം ഇതിൻ്റെ അകത്തും എന്താണ് ലേസർ എന്നൊന്നും അതിൻ്റെ ചോദിച്ചിട്ടില്ല. നമ്മൾ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് മുതലാണ് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊന്ന് 5 ക്ലാസ്സുകൾ ഞാൻ ലേസർ മാത്രം പറയാൻ എടുത്തിട്ടുണ്ട്. കാരണം ലേസറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളെല്ലാം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് 4 ലെവൽ സോളിഡ് സ്റ്റേറ്റ് ലേസറും, CO2 ലേസറും, ഡൈ ലേസറും, സെമി കണ്ടക്ടർ ലേസറും ഒക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ ഞാൻ റുബി ലേസറും ഹീലിയം ലേസറും ക്ലാസ്സിൽ പറയുന്നുണ്ട്. കാരണം പറയാൻ പറ്റില്ല, ലേസർ ഇടുന്ന ആൾക്ക് ടൈപ്സ് ഓഫ് ലേസർ കണ്ടിട്ട് ഇനി വേറെ ഏതെങ്കിലും ചോദിച്ചു ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് സ്പേഷ്യൽ ഫ്രീക്വൻസി ഫിൽറ്ററിങ്ങും സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ ഒക്കെ എൻ്റെ ഡിഫറെന്റ് ടോപ്പിക്കുകളാണ്. നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്ന ടോപ്പിക്കുകളാണ് കുറെ ആളുകൾ. പിന്നെ ഉള്ള ഒപ്റ്റിഫൈബർ ആണ്. ഒപ്റ്റിഫൈബറും അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഏരിയ തന്നെ ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ടെക്നിക്കൽ സൈഡാണ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറയുന്ന ഭാഗം. ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകൾ പഠിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ MTech, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അവരൊക്കെ പഠിക്കുന്ന അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമ്മള് പരമാവധി നമുക്ക് തരാൻ പറ്റുന്ന അത്രയും ഭാഗങ്ങൾ ആ ഭാഗത്ത് നമ്മൾ നോക്കിയാണ് എടുക്കുന്നത്. ഒപ്റ്റിക്സിന്റെ കുറെ പുസ്തകങ്ങൾ ഞാൻ ഇപ്പോഴും എന്തെങ്കിലും ഒരു പുസ്തകം കാണാം. ഖദക്കിന്റെ പുസ്തകമാണേ. ഇതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ഈ മോഡ് ലോക്കിങ് പോലെയുള്ള കാര്യങ്ങൾ, അതായത് ക്യൂ സ്വിച്ചിങ്, മോഡ് ലോക്കിങ്, ലേസറിന്റെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലൈൻ ബ്രോഡനിങ് മെക്കാനിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ നമ്മൾ ഈ പുസ്തകമാണ് നോക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പുസ്തകമാണ്. യെസ്, ദെൻ ഇത്രയാണ് നമ്മുടെ ഫിസിക്സിന്റെ സിലബസ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോകേണ്ട ഭാഗങ്ങളാണ്. ദെൻ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ വെറുതെ ഫിസിക്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഇതുകൂടി നോക്കണം. 30 മാർക്ക് ജനറൽ റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. 10 മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ I+ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന സെക്കൻഡ് പാർട്ടിലെ റിസർച്ച് ആൻഡ് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത്. കാരണം
നമ്മൾ കുറേ നാളുകളായിട്ട് നെറ്റിന്റെ ആർട്സ് സബ്ജക്റ്റുകളെല്ലാം, കൊമേഴ്സ് ആണെങ്കിലും എല്ലാം, അതിന്റെ ജനറൽ പേപ്പർ ഏറ്റവും ഭംഗിയുള്ള ജനറൽ പേപ്പറാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് നന്നായിട്ട് എടുക്കുന്ന ആളുകളാണ്. സെറ്റിന്റെയും ജനറൽ പേപ്പർ എടുക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ട്. അവർ തന്നെയാണ് അത്യാവശ്യം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുത്തരുന്നത്. അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവർക്ക് അറിയാം എന്ത് ചോദിക്കും, എവിടെ നിന്ന് ചോദിക്കും, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പൊ അതുകൊണ്ട് ആ 10 മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്. ഉറപ്പായിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മൾ തരുന്നത്. അത് നമ്മുടെ ഒരു ഗുണമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഉള്ള ഒരു ഗുണം അങ്ങനെയാണ്. ആ ഏരിയയിൽ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ദെൻ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വെൽഫെയർ സ്കീംസും നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഭാഗങ്ങളാണ്. അപ്പൊ നമ്മുടെ പുതിയ ഫാക്കൽറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുത്തു തരുന്നത്. മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ മാറ്റി പുതിയ ക്ലാസ്സുകളാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഏറ്റവും നന്നായിട്ട് എടുക്കുന്ന ഒരു മാഷ് ആണ് നമ്മുടെ ആ പോസ്റ്ററിലുണ്ട്. മാഷാണ് നമ്മുടെ ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സും നവോത്ഥാന നായകരും, നവോത്ഥാനം റെനൈസൻസ് ഇൻ കേരളയും 10 മാർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ പാട്ടും മൂന്നാമത്തെ പാട്ടും എന്തായാലും ഒന്നും വിടരുത്. പിന്നെ 4ാമത്തെ പാട്ടും GK കറണ്ട് അഫയേഴ്സ്, നവോത്ഥാനം, ഈ ഭാഗങ്ങളാണുള്ളത്. അതും അത്യാവശ്യം നോക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫേസ് ഓൺ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ശരിക്കും പരീക്ഷ നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ നമ്മുടെ 10 മൊഡ്യൂളിനകത്ത് കാണിച്ചു. അപ്പൊ പുസ്തകങ്ങൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. പുസ്തകങ്ങളുടെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഞാൻ ഓരോ യൂണിറ്റിന്റെയും പുസ്തകങ്ങൾ ഏതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ റീൽസ് പോലെ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം പുസ്തകങ്ങളെല്ലാം കൂടി ചുമന്നുകൊണ്ട് പോയി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ്, നമുക്ക് ഉപാധ്യായുടെ പുസ്തകം നോക്കാം, അരുൾദാസാന്റെ പുസ്തകം നോക്കാം, അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗോൾഡ്സ്റ്റൈന്റെ പുസ്തകം നോക്കാം. പക്ഷെ ബെറ്റർ അരുൾദാസാന്റെ പുസ്തകം തന്നെ നമുക്ക് NF ആണ്. ഉപാധ്യായുടെ പുസ്തകം എടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഈ റൊട്ടേഷണൽ ഓയിലർ ആംഗിൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അരുൾദാസാന്റെ പുസ്തകം മോശമൊന്നുമില്ല. കൺസ്ട്രെയിന്റ് ഒക്കെ പഠിക്കുന്നത്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഞാൻ എപ്പോഴും പറയാറുള്ള 2 പുസ്തകങ്ങൾ, HK ദാസിന്റെ 8th എഡിഷനും 4th എഡിഷനും. 4th എഡിഷൻ ഒരു പിങ്ക് കളറുള്ള പുസ്തകമാണ്, അത് നല്ലതാണ്. 8th എഡിഷനിൽ പ്രോബ്ലംസ് കുറച്ച് കൂടുതലുണ്ട്. ദെൻ നമുക്ക് സ്പെഷ്യൽ ഫംഗ്ഷൻസ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുസ്തകം സത്യപ്രകാശ് സാറിന്റെ പുസ്തകം തന്നെയാണ്. അടിപൊളി പുസ്തകമാണ്. ഞാൻ MSc ഒക്കെ പഠിക്കുന്ന കാലത്ത് ഡെറിവേഷൻ ഒക്കെ പഠിച്ചിരിക്കുന്നത് ഈ സത്യപ്രകാശ് സാറിന്റെ പുസ്തകം വെച്ചിട്ടാണ്. നമ്മുടെ HK ദാസിലും ഉണ്ട്, പക്ഷേ ബെറ്റർ സ്പെഷ്യൽ ഫംഗ്ഷൻസ് നോക്കാൻ സത്യപ്രകാശിന്റെ പുസ്തകമാണ്. ദെൻ കോൺസെപ്റ്റ് വൈസ് നോക്കണമെങ്കിൽ കുറച്ചൊരു അഡ്വാൻസ് ലെവൽ നോക്കണമെങ്കിൽ ഹാഫ്കന്റെ പുസ്തകം നോക്കാം. നോക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ അവസാനത്തെ ഈ പുസ്തകങ്ങൾ തന്നെ നമുക്ക് മതി. ദെൻ ഇലക്ട്രോണിക്സിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഗേക്വാദിന്റെ പുസ്തകമാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് കൊണ്ട് വേറൊരു പുസ്തകമുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒപ്റ്റിക്സിന്റെ ഒരു പുസ്തകമുണ്ട്. പിന്നെ S ചന്ദിന്റെ വേറൊരു പുസ്തകമുണ്ട്. പിന്നെ കുറെ ഗൈഡുകളൊക്കെ ഉണ്ട്. ഫോട്ടോണിക്സിന്റെ കുറെ ഗൈഡുകളുണ്ട്. അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന BL തെളിയുടെ പുസ്തകം ഞാൻ കാണിച്ചില്ല. ഞാൻ ഇതെല്ലാം കൂട്ടി വെച്ച് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇതാണ് ബേസിക് ഇലക്ട്രോണിക്സ് BL തെളി. ഞാൻ എപ്പോഴും പറയാനുള്ള പുസ്തകമില്ലേ, അതേ പുസ്തകമാണ്. കണ്ടോളൂ. ഓക്കെ, ഈ 2 പുസ്തകങ്ങളെ അതിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. അതിനോടുള്ള ഇഷ്ടം കൂടി ഞാൻ 2 എണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ദെൻ നമ്മള് ക്വാണ്ടം മെക്കാനിക്സിൽ വന്നു കഴിഞ്ഞാല് അരുൾദാസാന്റെ പുസ്തകം നോക്കുക. റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ നോക്കാനായിട്ട് നല്ല അരുൾദാസാന്റെ പുസ്തകമാണ്. പിന്നെ MG യൂണിവേഴ്സിറ്റിക്കാർ പഠിക്കുന്ന ഒരു പുസ്തകമുണ്ട്, JJ സാക്കുറയുടെ ഒരു പുസ്തകമാണ്. കുഴപ്പമില്ല നമുക്ക്. പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് അരുൾദാസ് സാറും നൂറിന്റെ സെറ്റ് ലീഡർ പുസ്തകമുണ്ട്, പച്ച പുസ്തകം, നല്ല പുസ്തകമാണ്. ഇവിടെ ഉണ്ട്, കാണിച്ചിടാം. ആ 2 പുസ്തകങ്ങൾ നോക്കുക. ദെൻ അതിനുശേഷം വേണമെങ്കിൽ സാക്കുറയുടെ പുസ്തകം നോക്കാം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് നമ്മൾ പഠിക്കുന്നത് പാത്രിയുടെ പുസ്തകം തന്നെയാണ്. നമ്മൾ റെഫർ ചെയ്യുന്നത് പാത്രിക പുസ്തകമാണ്. ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പോകാൻ പറ്റും. ന്യൂക്ലിയർ ഫിസിക്സ് ആണെങ്കിൽ തയ്യാലിന്റെ പുസ്തകവും കെന്നത്ത് സ്ക്രെയിന്റെ പുസ്തകവും അത്യാവശ്യം നല്ല പുസ്തകമാണ്. ഭട്ടാചാര്യയുടെ പാർട്ടിക്കിൾ ഫിസിക്സിന്റെ ഭാഗങ്ങൾ ഞാൻ അവിടെ നിന്നാണ് അത്യാവശ്യം നോക്കിയെടുക്കുന്നത്. ഓക്കെ, പിന്നെ ന്യൂക്ലിയറിന്റെ അത്യാവശ്യം നോട്ടുകൾ ഞാൻ പഠിക്കുന്ന കാലം പോലെ ഇങ്ങനെ കളക്ട് ചെയ്യുന്നതിലുണ്ട്. അപ്പൊ അതും അത്യാവശ്യം നോക്കിയാണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം പുസ്തകങ്ങളൊക്കെ ഈ ഷെൽ മോഡലൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് MCQ കിട്ടാൻ വേണ്ടിയിട്ട് ആ ലെവലിൽ കയറി പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അത് നിങ്ങൾ ആ പുസ്തകം തുറന്നാൽ അറിയാം, കുറെ ലെവലുകളിൽ ഓവർലാപ്പ് ചെയ്തൊക്കെ കുറെ വരയ്ക്കുന്നുണ്ട്. പക്ഷെ ആ ലെവലിലുള്ള കോൺസെപ്റ്റോ കാര്യങ്ങളോ നമുക്ക് വേണ്ട. നമുക്ക് അത്യാവശ്യം ഒരു MCQ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗ്രൗണ്ട് ലെവൽ എന്താണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ലെവൽ എന്താണ്, അതിന്റെ ആംഗുലർ മൊമെന്റം, ടോട്ടൽ J വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ പാരിറ്റി എത്രയാണ്, അതൊക്കെ മതി. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണെങ്കിൽ വഹാബിന്റെ പുസ്തകവും SO പിള്ളയുടെ പുസ്തകവും നല്ലൊരു പുസ്തകം തന്നെയാണ് നോക്കാവുന്നത്. വഹാബിന്റെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഭാഗമുണ്ട് വഹാബിന്റെ, അത് നല്ല പുസ്തകം തന്നെയാണ്. സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ അരുൾദാസ് സാറിന്റെ പുസ്തകം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ബാൻവെലിന്റെ പുസ്തകവും നമ്മൾ നോക്കാറുണ്ട്. ദെൻ മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോൾ ബിറാമിന്റെ പുസ്തകമാണ്. ബിറാമിന്റെ പുസ്തകം അപ്പുറത്താണ്, ഞാൻ കാണിച്ചത്. എൻ്റെ ഉണ്ട് ബിറാമിന്റെ പുസ്തകം. ഞാൻ ആദ്യം ഞാനാണ് എടുത്തിട്ടിരുന്നത്. അപ്പം ഞാൻ പ്രിപ്പയറിന് വേണ്ടി മേടിച്ച പുസ്തകമായിരുന്നു ബിറാം. പിന്നെ ഇപ്പൊ മിസ് എടുക്കുന്നതോട് ഞാനത് നോക്കാറില്ല.
നല്ല പുസ്തകമാണ്, ഒരു തിളങ്ങുന്ന പുസ്തകമാണ്. അതിന്റെ കവറൊക്കെ നല്ല രസമാണ്, ഇങ്ങനെ തിളങ്ങും ആ പുസ്തകത്തിന്റെ. ഇവിടെ ഇരിപ്പില്ല, അപ്പുറത്താണ്, ഞാൻ കാണിച്ചു തരായിരുന്നു. യെസ്, 10ാമത്തെ മൊഡ്യൂൾ ലേസർ ആൻഡ് ഫൈബ്രോട്ടിക്സ്, ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ, ചക്രബർത്തിയുടെ പുസ്തകവും അതുപോലെ തന്നെ ബി എൽ തെരേജയുടെ പുസ്തകം. ബി എൽ തെരേജയിൽ നമ്മൾ ഒപ്റ്റിക് ഫൈബറിന്റെ കാര്യം ഒരുപാട് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച പുസ്തകം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമ്മൾ കുറെ പുസ്തകങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ 3 ഇട്ടിട്ടുള്ളൂ. ഇതൊന്നും അല്ല, കുറെ പുസ്തകം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ്. ഇത് ആരൊക്കെയോ എഴുതിയൊരു ഗൈഡാണ്, ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് വാങ്ങിക്കുന്നതാണ് ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇലക്ട്രോണിക്സിന്റെ കമ്മ്യൂണിക്കേഷന്റെ വേറെ പുസ്തകമാണ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സിന്റെ ആണ്. പിന്നെ ഞാൻ വാങ്ങിച്ച് മഹാരാഷ്ട്ര സെറ്റിന്റെ പുസ്തകം വരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ CSIR ഒരുപാടുണ്ട്. ഇവിടെ വേറൊന്നും എന്റെ ഇരിപ്പുണ്ട്. ഏതാണ് ഇത്? നമ്മുടെ ഹൈദരാബാദ് എങ്ങാണ്ടുള്ള ഒരു നെറ്റ് കോച്ചിങ് സ്ഥാപനം ഉണ്ടല്ലോ, അവിടുത്തെ സാർ എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകം ഞാൻ വാങ്ങിച്ചു ആമസോണിൽ നിന്ന്. അതിൽ നിന്നും ചോദ്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. കിട്ടാവുന്നതിന്റെ പരമാവധി ചോദ്യങ്ങൾ തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് പിള്ളേരെ. യെസ്, അപ്പൊ ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിപ്പോവാം. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 5/2/2023 ദെൻ കട്ട് ഓഫ് മാർക്ക് 37.67 ആയിരുന്നു. ദെൻ അത് മിനിമം കട്ട് ഓഫ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക് 48.67, 101 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. സപ്ലിമെന്റ് ലിസ്റ്റിൽ ഉൾപ്പെടെ മെയിൻ ലിസ്റ്റിൽ 100 പേരുണ്ടായിരുന്നു. ദെൻ അതൊക്കെ പോട്ടെ, നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് വെറുതെ ഇട്ടുന്നുള്ളൂ, ഞാനത് പിന്നെ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും ഒരു 50 മാർക്കിന്റെ മേളിൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത്യാവശ്യം മോശമില്ലാത്തൊരു റാങ്കിലേക്ക് എത്തും. 50-ന് മുകളിൽ വാങ്ങിക്കണം. അപ്പൊ ആ രീതിയിലുള്ള പഠിത്തമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പഠിത്തങ്ങൾ വേണമെങ്കിൽ ആദ്യം വേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ചാൽ എന്താ? സെൽഫ് മോട്ടിവേഷൻ എന്നൊരു കാര്യം വേണം. സെൽഫ് മോട്ടിവേഷൻ. എന്താ സെൽഫ് മോട്ടിവേഷൻ? നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമുണ്ട്. എന്താ നമ്മൾ ആദ്യം ചിന്തിക്കും, അയ്യോ കുറെ പേര് എഴുതുന്നതല്ലേ, ഇതൊക്കെ നമുക്ക് എങ്ങനെ കിട്ടാനാ? കുറെ പേര് എഴുതുന്നതല്ലേ, ഇതിപ്പോ ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നേക്കാൾ ബുദ്ധിയുള്ളവരുണ്ട്, എന്നേക്കാൾ കൂടുതൽ വർഷം മുന്നേ പഠിച്ചു തുടങ്ങിയവരുണ്ട്, ഞാൻ ഇപ്പൊ തുടങ്ങിയാൽ പഠിച്ചു തീരുവോ, കിട്ടുവോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ കോഴ്സിനൊന്നും ചേരാനും പോകരുത്, നിങ്ങൾ പഠിക്കാനും പോകരുത്. ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകണം, ചെയ്യരുത്. ഒരു പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതെനിക്ക് കിട്ടും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ വേണം നിങ്ങൾ തുടങ്ങാനായിട്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഇങ്ങനെയുള്ള ഒരു സ്റ്റിക്കി നോട്ട് വാങ്ങിക്കണം. ടിങ് സ്റ്റിക്കി നോട്ട്. ഈ സ്റ്റിക്കി നോട്ട് എഴുതിയിട്ട് നിങ്ങളുടെ പേര്, ഇപ്പൊ എന്റെ പേരാണെങ്കിൽ അതുൽ എന്ന് ഞാൻ എഴുതും. എന്നിട്ട് അതിന്റെ താഴെ റാങ്ക്, മനസ്സിലായോ? ഇങ്ങനെ നിങ്ങളുടെ പേര് എഴുതണം. എന്നിട്ട് അതിന്റെ താഴെ റാങ്ക് എഴുതണം. റാങ്കിന്റെ മുകളിൽ ഒരു കാര്യം എഴുതണം, HSST ഫിസിക്സ് ജൂനിയർ 2026. HSST ഫിസിക്സ് ജൂനിയർ 2026 എന്റെ റാങ്ക്. ഞാനാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ പറയും എനിക്ക് റാങ്ക് 1 വേണമെന്ന് പറയും. അതിൽ കുറഞ്ഞൊന്നും എനിക്ക് പറ്റില്ല, റാങ്ക് 1 വേണമെന്ന് പറയും. എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഏത് റാങ്കാണോ വേണ്ടത് ആ റാങ്ക് അതിൽ എഴുതണം. എന്നിട്ട് എല്ലാ ദിവസവും പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട്, സ്റ്റിക്കി നോട്ടാണല്ലോ, ഇതിങ്ങനെ കീറണം. എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന്റെ മുന്നിൽ ഇത് അങ്ങ് ഒട്ടിക്കണം. കമ്പ്യൂട്ടറിലല്ല പഠിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്ന ഭിത്തിയിൽ ഇങ്ങനെ ഓരോ ദിവസവും എഴുതി ഒട്ടിച്ചേണ്ടേ ഇരിക്കണം. ഒരു മാസം കഴിയുമ്പോൾ ഒരു 30 എണ്ണം അവിടെ ഇങ്ങനെ ഇരിക്കും. ഒരെണ്ണം കുറവുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ നമ്മളിങ്ങനെ ഈ എഴുതുമ്പോൾ, ഇപ്പൊ ചില ആളുകൾ പറയില്ല, നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് ഒരു ബുക്കിലേക്ക് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന്. നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവാൻ തുടങ്ങും ടോട്ടലി. അതുകൊണ്ടാണ് ഡയറി എഴുതുന്ന ആൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അവരവരുടെ കിട്ടിയതും കിട്ടാത്തതും ആഗ്രഹങ്ങളും എല്ലാം അനുഭവങ്ങളായിട്ട് എഴുതും. അപ്പൊ കുറച്ചുകൂടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തും. എഴുതി പഠിക്കുന്ന ആൾക്കുള്ള ഗുണം അതല്ലേ, അവർ മറന്നാലും ഈ എഴുത്ത് മനസ്സിലുള്ളതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് ഈ സാധനം നിങ്ങൾ എഴുതി എല്ലാ ദിവസവും ഭിത്തിയിൽ. ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും, ഇത് പഠിക്കുന്ന ആള്, ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആള്, ഇത് ചെയ്തേ പറ്റൂ. മനസ്സിലായോ? അത് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മൾ എന്തൊക്കെയോ ചെയ്യുകയാണെന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ കുറെ ദിവസം ഇത് കണ്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ആ ട്രാക്കിലേക്ക് എത്തിക്കും. മനസ്സിലായോ? അതാണ്. ബാക്കി എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അതിനുവേണ്ടി റെഡിയാ വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് HSST ജൂനിയർ 2026 ഞാൻ റാങ്ക് 1 റാങ്ക് 2 റാങ്ക് 3 റാങ്ക് 4 റാങ്ക് 5 ആവണം. അല്ലെങ്കിൽ വിത്തിൻ 10, ഞാൻ എന്റെ പിള്ളേരോട് പറയുന്നത് വിത്തിൻ 10 നിങ്ങൾ ആവണം, വിത്തിൻ 5 നിങ്ങൾ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? നമുക്കത്ര അനുഭവങ്ങളുണ്ട്. ഇപ്പൊ സയന്റിഫിക് ഓഫീസർ ആണെങ്കിലും ഞാൻ എന്റെ പിള്ളേരോട് പറയായിരുന്നു നിങ്ങൾ ആദ്യത്തെ 5 വരണം എന്നുള്ളത്. ആദ്യത്തെ 5 അല്ല, 9 പേരിൽ 7 പേരും എന്റെ പിള്ളേരായിരുന്നു. നമ്മള് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, അതും ഇതുപോലെ 2ാം റാങ്ക് 3ാം റാങ്ക് ഒക്കെ നമ്മുടെ പിള്ളേരായിരുന്നു. അപ്പോൾ 2ാം റാങ്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. 2ാം റാങ്ക് ഉള്ള ആളുടെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ നമ്മൾ ചോദിച്ചു എന്ത് മോട്ടിവേഷനാണ് പഠിച്ചത്? ആകെ 2 വേക്കൻസി അല്ലേ അന്ന് ആദ്യം വിളിച്ചുള്ളൂ. ഇപ്പൊ 10-19 പേർക്ക് നിയമനങ്ങൾ കിട്ടിയത് വേറെ കാര്യം. അപ്പൊ എന്നോട് പറഞ്ഞത്, അശ്വതി എന്ന കുട്ടിയുടെ പേര്, കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ 2 വേക്കൻസിക്കല്ലേ വിളിച്ചത്,
ആ രണ്ടിൽ ഒരാൾ ഞാനാവാം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പഠിച്ചു തുടങ്ങിയിരുന്നു. അത് കറക്റ്റായി രണ്ടാമത്തെ ആള് പുള്ളിക്കാരി തന്നെയായി. ആദ്യത്തെ അപ്പോൾ അഡ്വൈസിൽ ജോലിയും കിട്ടി. ഇപ്പൊ ജോലി ചെയ്യണം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായിട്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയുള്ള സെൽഫ് മോട്ടിവേഷൻ നമുക്ക് വളരെ ആവശ്യമാണ്. പഠിക്കണം, ആദ്യത്തെ 5-ലെത്തണം. അപ്പൊ എനിക്ക് ഉറപ്പാണ് എന്റെ ആദ്യത്തെ പിള്ളേരെ ആദ്യത്തെ 10 വീഴുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ അത്രയും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ. യെസ്. ദെൻ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ ഗൈഡൻസ്. എന്തുകൊണ്ടാണ് പ്രോപ്പർ ഗൈഡൻസ് ആണെന്ന് പറയുന്നത്? ഇപ്പൊ ഈ പറയുന്ന സിലബസ് നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് പഠിക്കാം, 2 വർഷം കൊണ്ട് പഠിക്കാം, 3 വർഷം കൊണ്ട് പഠിക്കാം, 6 മാസം കൊണ്ട് പഠിക്കാം, 4 മാസം കൊണ്ട് പഠിക്കാം. പക്ഷേ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. കാരണം ഈ ഓരോ ടോപ്പിക്കും ഒരുപാടുണ്ട്. കണ്ടരുമാനൊന്നും കാട് കയറി പഠിക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ട് ഈ പാത്തിലൂടെ പോയ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇത് പഠിക്കണ്ട. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ചില കുട്ടികളോട് ചോദിക്കും, സാറേ അവിടെ അത് പറയണ്ടേ, അവിടെ ഇത് പറയണ്ടേ, അല്ലെങ്കിൽ അത് നമുക്ക് ആ ഡെറിവേഷൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വരണ്ടേ. അപ്പൊ ഞാൻ പറയും, മക്കളെ അതൊന്നും പഠിക്കണ്ട, കാരണം ഒന്നും ചോദിക്കത്തില്ല. നിങ്ങൾ ഇത് പഠിച്ചോ, ഇവിടെ നിധിക്കുള്ളൊന്നും ചോദിക്കത്തില്ല. കാരണം നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ നിൽക്കുന്ന ആളാണ്. അപ്പൊ നമുക്കറിയാം ഈ റൂട്ട് എവിടെ വരെ പോകുന്നു, എന്ത് ചോദിക്കുന്നു, എന്ത് ചോദിക്കില്ല എന്നുള്ളതൊക്കെ ഒരു 10-80-85% നമുക്കറിയാം. അത് നമ്മുടെ ഒരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് പറയുന്നതല്ല. അത് കുറെ കാലം കഴിഞ്ഞ് നിങ്ങളാണെങ്കിലും കുറെ കാലം എവിടെയെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 4 വർഷം 5 വർഷം സർവീസ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പരീക്ഷ വരുമ്പോൾ ഇതൊക്കെ ചോദിക്കുള്ളൂ, ഇതിക്കുള്ളും ചോദിക്കില്ല. പിള്ളേർ പറയുന്നത് സാറ് പറഞ്ഞു തന്നെ ചോദിച്ചു. കാരണം സാറ് കുറെ നാട്ടിൽ പഠിപ്പിച്ച് അറിയാം, ഇതൊക്കെ ചോദിക്കുള്ളൂ, ഇതാണ് കാര്യം, ഇങ്ങനെയാണ് കാര്യം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരും. പഠിച്ച ഇല്ലയോ എന്ന് അന്വേഷിക്കും. ഇപ്പൊ ഞങ്ങളുടെ SFT-ലുള്ള പിള്ളേർക്ക് അവരോട് ചോദിച്ചാൽ അവർ പറയും, അവർ ഓരോരുത്തരും എനിക്ക് പറയാം ആരൊക്കെയാ പേരുണ്ട്. അപ്പൊ ഞാൻ അതാണ് പേര് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലാസ് ഉണ്ട്, എല്ലാത്തിനും പൊക്കുവന്നു. ഓരോരുത്തരും ചോദിക്കും കേട്ടോ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഗൈഡൻസ് വേണം. അപ്പൊ നമ്മൾ തരുന്ന അതാണ്. ഞാനാണെങ്കിലും I+ന് മുഴുവൻ ടീമും നിങ്ങളുടെ ഒപ്പം, പരീക്ഷ കഴിയുന്നവർ മാത്രമല്ല, നിങ്ങളുടെ ഇന്റർവ്യൂ സമയത്ത് പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ലീഗൽ മെട്രോളജി ഇന്റർവ്യൂ നടത്തിയപ്പോഴും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായ ആളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്റർവ്യൂ നടത്തിച്ചു. അതുപോലെ സയന്റിഫിക് ഓഫീസറിന് ഇന്റർവ്യൂ നടത്തിച്ചും സയന്റിഫിക് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സാറിനെ തന്നെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചു. ഡയറി ഫാം ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സാറിനെ കൊണ്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് ഇന്റർവ്യൂ ചെയ്യിച്ചു. അതാണ് നിങ്ങൾ ആ ലിസ്റ്റിലെത്തി നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ നിങ്ങളുടെ പുറകെ നമ്മളുണ്ടാവും, നിങ്ങളത് ആവാൻ വേണ്ടിയിട്ട്. കാരണം ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യും. യെസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റാങ്ക്. ഒന്നും ഞാൻ പറഞ്ഞ ലീഗൽ മെട്രോളജി 4th റാങ്ക് മേടിച്ച കുട്ടിയാണ് കേട്ടോ. പിന്നെ 3rd റാങ്ക് മേടിച്ച അപർണ, പിന്നെ ഒരു 2nd റാങ്ക് വാങ്ങിച്ച നീരജയുണ്ട്, 3rd റാങ്ക് വായിച്ച ആശിഷ് ഉണ്ട്. കുറെ ഉണ്ട്. ഞാൻ ആദ്യത്തെ 3ാം റാങ്ക് വെച്ചിട്ടുള്ളത് കേട്ടോ. യെസ്. അപ്പൊ ഇതൊക്കെയാണ് I+ന്റെ പരിപാടികൾ. അപ്പോ നമുക്ക് എന്തായാലും ക്ലാസ് ഉണ്ട്. അപ്പോ ഇപ്പൊ നമ്മുടെ കോഴ്സിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ കുട്ടികൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്പർ താഴെയുണ്ട്. നിങ്ങൾ വിളിച്ച ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മെസ്സേജ് ആയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കണം, കണ്ടന്റുകൾ എടുക്കണം, ചെയ്യണം. ഞാൻ പറഞ്ഞ മോട്ടിവേഷൻ ഭിത്തിയിൽ എഴുതി ഒട്ടിക്കുന്ന കാര്യം മറന്നുപോലും നാളെ തന്നെ സ്റ്റിക്കി നോട്ട് വാങ്ങിക്കണം. ഓരോ കളറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചിട്ടേ ഇരിക്കണം. അത് തീരുന്തോറും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും. വെറുതെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അയ്യോ സാറ് മോട്ടിവേഷൻ പറഞ്ഞാണെന്ന് പറഞ്ഞ് വെറുതെ ഒന്നും പഠിക്കാതെ വെറുതെ എണീറ്റ് വന്നേച്ചും ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ച് നടക്കരുത്. അവസാനം ഭിത്തി മുഴുവനായി എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരെല്ലാം കൂടി പറപ്പിക്കും നിങ്ങളല്ലാതെ. അങ്ങനെ എഴുതുന്നു കേട്ടോ. ഇത് എഴുതി വെച്ചാലൊന്നും തന്നെ പഠിക്കാനൊന്നുമില്ല, പഠിച്ചിട്ട് വേണം എഴുതി വെക്കാൻ. എന്നിട്ട് സാറ് പറഞ്ഞില്ലേ സ്റ്റിക്കി നോട്ട് എഴുതി വെച്ചാൽ റാങ്ക് 1 കിട്ടുമെന്ന്. അങ്ങനെയൊന്നും കിട്ടൂല. പഠിച്ചിട്ട് എഴുതി ഒട്ടിക്കുകയാണെങ്കിൽ കിട്ടുമെന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ മുഴുവൻ സിലബസ് കവർ ചെയ്യും. ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, PVQ ബേസ്ഡ് സെഷൻസ് ഉണ്ടാവും, പിന്നെ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. നിങ്ങൾ ഡൗട്ടുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഒരുപാട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യിക്കും. ഇപ്പൊ HSST ആണെങ്കിൽ സയന്റിഫിക് ഓഫീസർ, ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ചെയ്യിക്കും നിങ്ങളെ കൊണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ. ഈ അഡ്വൈസിന്റെ കാര്യം ഉണ്ടല്ലോ, എനിക്കൊന്നും 10-26 അഡ്വൈസുകൾ പഴയ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഫിസിക്സിൽ. പക്ഷേ നമ്മൾ ഈ അഡ്വൈസും നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് കൺസേൺ ആവണ്ട. കാരണം ചില ലിസ്റ്റുകളുടെ ഭാഗ്യമാണ് ഈ അഡ്വൈസ് കിട്ടുക എന്നുള്ളത്. ചില ലിസ്റ്റുകളുടെ ഭാഗ്യമാണ്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ HSST കെമിസ്ട്രി, അതൊരു കേസിൽ പെട്ടായിരുന്നു. ആ ലിസ്റ്റേ നമ്മൾ ഇതിന് ശേഷം വന്ന ലിസ്റ്റാ. ഒറ്റ ദിവസം കൊണ്ട് 65 പേർക്കാണ്, ഒറ്റ ദിവസം 65 പേർക്കാണ് അതിൽ നിന്ന് അഡ്വൈസ് പോയത്. 65 പേർക്ക്. ആ ലിസ്റ്റ് മിക്ക ആളെ മുഴുവൻ എടുത്ത് ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. അത്രയും പേർക്ക് അഡ്വൈസ് ഒറ്റ ദിവസം പോയി. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്റെ പിള്ളേരോട് പറയുന്നതാണ്, അത് ഒരു ദിവസം രാത്രി കിടന്ന ആൾക്ക് രാവിലെ ആകുമ്പോൾ അഡ്വൈസ് ആണ്. അവര് ജോലി കിട്ടിയ 50ാമത്തെ റാങ്ക് കിട്ടിയ ഒരിക്കലും ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രയും എഴഞ്ഞു പോയിക്കൊണ്ടിരുന്ന ലിസ്റ്റാണത്. പക്ഷേ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ജോലി അഡ്വൈസ്. കൊള്ളാലോ പരിപാടി. അപ്പോ
ചില ലിസ്റ്റുകളുടെ ഭാഗ്യമാണ്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കുക, ഏറ്റവും നല്ല റാങ്ക് വാങ്ങിക്കുക എന്നുള്ള സ്ട്രാറ്റജിയിൽ പഠിക്കണം. ചിലപ്പോൾ ഒരു 100 പേരൊക്കെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ 100 പേരിൽ ആയാലല്ലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഞാൻ അതാ പറഞ്ഞത്, ലാസ്റ്റ് ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ വന്നൊരു ലിസ്റ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു 10-26 പേരോളം ആ ലിസ്റ്റിൽ നിന്ന് ഇപ്പൊ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 7-8 മാസം കൂടി ആ ലിസ്റ്റിന് കാലാവധി ഉണ്ട്. പക്ഷെ എന്റെ ഒരു കണക്കൂട്ടലനുസരിച്ചിട്ട് അടുത്ത 3 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ റിട്ടയർ ആവാൻ പോകുന്നത് ഫിസിക്സിൽ നിന്ന് HSST ആയിട്ട്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് അധ്യാപകരുണ്ട് സർവീസിൽ, അവരെല്ലാം റിട്ടയർ ആവുന്ന ഈ 3 വർഷത്തിലാണ്. ആ 3 വർഷത്തിൽ മുഴുവൻ ഈ ലിസ്റ്റിൽ നിന്ന് ആളെടുക്കും. പിന്നെ ഒരു കാര്യം കൂടി, പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ വരുമ്പോൾ ഇനി ഒരു ഹയർ സെക്കൻഡറി എന്ന രീതിയിൽ വിളിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പൊ അതുകൊണ്ട് ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് എടുത്ത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഭയങ്കര ഗുണമുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം ഒന്നും പറയാൻ പറ്റില്ല എന്തായി തീരും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മക്കളെ, ഇനി നമുക്ക് ചാൻസ് ഇല്ല. പഠിക്കണം, വരണം, കയറണം, ജോലി വാങ്ങിക്കണം. 2026 എന്ന് പറഞ്ഞ വർഷം അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ലിസ്റ്റിലുണ്ടായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കണം. 26-27 കാലഘട്ടങ്ങളിൽ നിങ്ങൾ എല്ലാവരും സർവീസിൽ കയറണം. ഒന്ന് ആലോചിക്കുക, ഒരു ഹയർ സെക്കൻഡറി അധ്യാപകരൊക്കെ പറയുമ്പോൾ ഒരു വില എന്താണ്? ഭയങ്കര സെറ്റപ്പാ. നിങ്ങളെ എന്താണ് 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നിറയെ പൈസ കയറേണ്ട ആളുകൾ ഭയങ്കര വില വയ്ക്കും, അല്ലെങ്കിൽ നല്ല അടിപൊളി ജോലി ഉണ്ടാവണം, ആളുകൾ വില വയ്ക്കും. മനസ്സിലായോ? 2 കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കുറച്ചുകൂടെ. കാരണം നമുക്ക് കുറച്ച് വിവരം ബോധമുണ്ടെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അവൻ PSC ഗവൺമെന്റ് സർവീസിൽ കയറിയവനാണ്, ഹയർ സെക്കൻഡറി ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കിട്ടും. HSST ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഒരു വിലയാണേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് ആവണം കേട്ടോ. ഓക്കെ മക്കളെ, അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മെസ്സേജ് ആർക്കും മെസ്സേജ് ഉണ്ടല്ലോ, നോക്കട്ടെ. എക്സാം ഡേറ്റ് മെയ്, ജൂൺ, ജൂലൈ ഈ സമയത്താണ് പരീക്ഷ നടക്കാൻ പോകുന്നത് കേട്ടോ. കൺസർവേഷനോ ബാരിയർ ലെഫ്റ്റ് നമ്പർ ഒന്നും ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ട് നിഹാല അറയ്ക്കൽ. അതായത് അതെല്ലാം 8 വേ സിമെട്രി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വരുന്നതാണല്ല. റേഡിയോ ആക്റ്റീവ് ലോയോ ഫിഷനോ ഫ്യൂഷനോ നമ്മുടെ സിലബസിൻ്റെ അകത്ത് ഇല്ല. പക്ഷെ അത് ഞാൻ പഠിപ്പിക്കും. കാരണം പറയാൻ പറ്റില്ല, ചോദിച്ചാൽ എഴുതേണ്ടി വരും. സെറ്റിന്റെ ചോദ്യപേപ്പർ നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ളവരാണ് ഞാൻ ചെയ്യിക്കുന്നുണ്ട് അവരെ കൊണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രീവിയസ് എല്ലാ ആഴ്ചയിലും വർക്ക്ഔട്ട് ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം സെറ്റിന്റെ ചോദ്യങ്ങൾ ഒരുപാട് കയറി വരുന്നുണ്ട്. ഞാൻ ഇട്ടാ ചെയ്യുന്നത്. സെറ്റിൽ ചോദ്യങ്ങൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പാർട്ട് ടൈം, അതായത് ജൂനിയർ പോസ്റ്റ് ആയതുകൊണ്ടാണ് പാർട്ട് ടൈം എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നോർമൽ പോസ്റ്റ് തന്നെയാണ്. ലീഗൽ മെട്രോളജി ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് കലണ്ടറിൽ വന്നിരിക്കുന്നത്. HSA ഇങ്ങനെ അനങ്ങാതിരിക്കുക, എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്തായി തീരും എന്നുള്ളത്. അത് ചില ജില്ലകളിൽ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെയുള്ള ഈ പറയുന്ന അതിന്റെ വാല്യുവേഷൻ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരുമിച്ചിറക്കാനായിരിക്കും ഇവർ നോക്കുന്നത്. അതുകൊണ്ടായിരിക്കും കേട്ടോ. HSC സീനിയറിന്റെ ഇന്റർവ്യൂ ഡേറ്റ് വന്നിട്ടില്ല. നമ്മുടെ കുറെ കുട്ടികൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു സെഷൻ ഇന്റർവ്യൂ നമ്മൾ ചെയ്തിരുന്നു. ഇനി സബ്ജക്റ്റിന്റെ ഇന്റർവ്യൂ സെഷൻ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇന്റർവ്യൂ ഡേറ്റ് വന്ന ശേഷം ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരുപാട് പേര് അതിൻ്റെ അകത്തുണ്ട് ആ ലിസ്റ്റിൽ. അപ്പൊ നമ്മൾ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ സാറേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അഡ്മിഷന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഒരു നമ്പർ ഇടുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽസ് എല്ലാം പറയും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി 8:45 എൻ്റെ S50 പിള്ളേരെ കുഞ്ഞുങ്ങളുമായിട്ട് ക്ലാസ് ഉണ്ട്, ന്യൂക്ലിയർ ഫിസിക്സ്. നമുക്കപ്പോൾ ആ ക്ലാസ് 8:45 സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്റെ പിള്ളേരുണ്ടെങ്കിൽ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം കേട്ടോ. 8:45 ഓടിപ്പോയി ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ഓടിപ്പോയി ഭക്ഷണം കഴിച്ചിട്ട് റെഡി ആയിട്ട് പോയാൽ വരണേ. ഓക്കെ, അപ്പൊ ശരി കുട്ടികളെ. ഓക്കെ ബെറ്റി, നമുക്ക് അവിടെ കാണാം. ഓക്കെ, ബൈ ബൈ. ശരി, താങ്ക് യു.